ദേവീക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലുമൊക്കെ വെളിച്ചപ്പാട് ഉണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിർമാല്യം സിനിമയിൽ തന്നെ വെളിച്ചപ്പാട് വിഗ്രഹത്തിൽ പിന്നെ ചവിട്ടുന്നതും തുപ്പുന്നതുമായിട്ടൊക്കെ ഉള്ള കഥ നമ്മൾ അത് പക്ഷെ പട്ടിണി ദാരിദ്ര്യത്തിന്റെ ഹിന്ദു കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കഥയാണ് പറയാൻ എം ടി ശ്രമിച്ചതെങ്കിലും അവസാനം പറഞ്ഞു വന്നപ്പോൾ അത് വേറെ രൂപത്തിലൊക്കെ ആയി. അന്ന് അനുഭവിച്ചിരുന്ന അമ്പലങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെയും മറ്റു സമുദായങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്ന് കിട്ടിയ പീഡനങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നിർമ്മാല്യത്തിൽ പറയാൻ ശ്രമിച്ചെങ്കിലും അവസാനം വിഗ്രഹ ആരാധന എതിർത്ത രീതിയിലൊക്കെ ആയി. കഥ മാറിപ്പോയി. വാച്യാർത്ഥത്തിൽ എടുത്ത് വ്യംഗ്യാർത്ഥത്തിൽ എടുക്കാതെ കഥ മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമലയിലും വെളിച്ചപ്പാട് ഉണ്ടായിരുന്നു. ശബരിമലയിൽ ഉണ്ടായിരുന്ന വെളിച്ചപ്പാടിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്നൊരു കുറെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്നു, മതിയാക്കിയതാണെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. എന്നാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വലിയ വിവാദമാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 1874 മുതൽ അവിടെ വെളിച്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വെളിച്ചപ്പാടായിട്ടുണ്ട് അത് ആലപ്പുഴ ജില്ലയ്ക്ക് അടുത്തുള്ള കളർകോട് എന്ന് ചേർത്തലയ്ക്ക് അടുത്തുള്ള കളർകോട് എന്ന് പറയുന്ന അപ്പു അയ്യരായിരുന്നു അവിടെ വെളിച്ചപ്പാടായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ ഈ വാളെടുത്ത് തുള്ളലൊന്നുമില്ല, അങ്ങനെ തുള്ളലൊന്നുമില്ല. ഒരിടത്ത് ഇരിക്കുക, ഒരിടത്ത് ഇരുന്നു കൊണ്ട് ആളുകൾ വരുന്ന പ്രശ്നമൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ചെല്ലുന്ന പ്രശ്നമൊക്കെ പറയുമല്ലോ, ദുഃഖങ്ങളായിട്ടൊക്കെ ചെല്ലുന്നതിൽ അതിന് മറുപടി പറയുക എന്നാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു ഭക്തർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വാദം, അപ്പു അയ്യരെ ഈ വെളിച്ചപ്പാടായ അപ്പു അയ്യരെ സ്വപ്നം കണ്ടാൽ പോലും ഏത് നാസ്തികനും ആസ്തികനാവും. എത്ര യുക്തിവാദിയും ദൈവവിശ്വാസിയായി മാറും. അത്രയ്ക്ക് ശക്തിയുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ കഴിവുള്ള ആളായിരുന്നു അപ്പു പിന്നെ കളർകോടുള്ള അപ്പു അയ്യർ എന്ന് പറയുന്ന ഈ വെളിച്ചപ്പാടിനെ കൊടുക്കുന്നതിന് ഒരു കണക്കുണ്ട്. അവിടെ മകരസംക്രാന്തി ദിവസം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മേൽശാന്തിയും തന്ത്രിയൊക്കെ പുറത്ത് വന്ന് അവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും നിൽക്കുന്ന ആരെങ്കിലും അല്ല, അവിടെ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് വന്ന് ഇതൊക്കെ ഒരു ഉൾവിളിയുള്ള ആളുകളിൽ നിന്ന് വരുന്നവരിൽ നിന്ന് മാല ഇട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ആളിനെ ഭസ്മക്കുളത്തെ കൊണ്ടുപോയി കുളിപ്പിക്കുകയും പിന്നെ അതിനുശേഷം വെളിച്ചപ്പാടായി അംഗീകരിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നതാണ്. എന്ന് വിചാരിച്ചാൽ ആർക്കും പോയി അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു ഉൾവിളിയും ഒരു ദൈവികത്വമൊക്കെ ഉള്ള ആളുകൾക്കുള്ളതാണത്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഏകദേശം 1900 ഞാൻ പറഞ്ഞില്ലേ 74 മുതൽ 1920 വരെ കാലഘട്ടത്തിൽ പോയി. അതിനിടയിൽ തന്നെ അമ്പലപ്പുഴ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ പുതിയ അടുത്ത വെളിച്ചപ്പാട് വന്നു. അത് ഏകദേശം ഒരു സമാന്തര കാലത്ത് ഉണ്ടായിരുന്നു. ഈ അമ്പലപ്പുഴ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ജാനകി അമ്മ ഈ ഹരിവരാസനം എഴുതിയെന്ന് അവകാശപ്പെടുന്ന, അതിപ്പോ അവരല്ല എഴുതിയത്, നമ്മൾ വേറെ ചരിത്ര രേഖകൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മറ്റൊരു വീഡിയോ 1-2 വീഡിയോസ് വന്നിട്ട് അത് കണ്ടാൽ മതി. എന്തായാലും ഹരിവരാസനം എഴുതിയെന്ന് അവകാശപ്പെടുന്ന കുടുംബത്തിലുള്ള ജാനകി അമ്മയുടെ അച്ഛനായിട്ടുള്ള അനന്തകൃഷ്ണ അയ്യർ അമ്പലപ്പുഴ, അദ്ദേഹവും അവിടെ 1920 കാലഘട്ടത്തിൽ വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പിന്നെ 1920 അത് കഴിഞ്ഞിട്ടാണ് 20 കഴിഞ്ഞ് 44 വരെ 10-24 വർഷക്കാലം കൊട്ടാരക്കര ഹരിഹര അയ്യർ അവിടെ ഉണ്ടായിരുന്നു, വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലയിലെ ഭാസ്കര അയ്യർ ഏകദേശം 1980 വരെ അവിടെ ശബരിമലയിൽ വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വെളിച്ചപ്പാടായിട്ടുണ്ടായിരിക്കുന്നവരുടെ ജോലി അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കർമ്മം, ജോലി എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം ദൈവിക കാര്യങ്ങളാണ്, കർമ്മം അവരെ കാണാൻ വരുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ പരിഹാര ക്രിയകൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ വളരെ കൃത്യമായി വെളിച്ചപ്പാടിന്റെ ഒരു കാഴ്ചപ്പാട് ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ വെളിച്ചപ്പാട് ആരും തുള്ളുന്ന കഥയില്ലായിരുന്നു. ഈ വെളിച്ചപ്പാടുകളെ സംബന്ധിച്ചിടത്തോളം അവർ മിക്കവാറും ശബരിമലയിൽ തന്നെ പലരും താമസിക്കുന്ന രീതി വന്നിട്ടുണ്ട്. കുടുംബജീവിതം പലപ്പോഴും അവർ ഒഴിവാക്കി, കുടുംബമുണ്ട്, അതാണല്ലോ പിന്നെ സുബ്രഹ്മണ്യം പിന്നെ അനന്തകൃഷ്ണ അയ്യർക്കൊക്കെ മകളൊക്കെ വരില്ലല്ലോ, എല്ലാവർക്കും കുടുംബജീവിതമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ദൈവികമായ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെളിച്ചപ്പാടെല്ലാം അവിടെ വന്നിട്ടുള്ളത്. ഇതിനിടയിൽ 1980 കഴിയുമ്പോഴാണ് ഇനി വെളിച്ചപ്പാടിന്റെ ആവശ്യമില്ല എന്നൊരു തീരുമാനം അവിടെ വരുന്നത്. അപ്പൊ 72 മുതൽ ദേവസ്വം ബോർഡ് 72 മുതൽ എടുത്താൽ ശബരിമലയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാര്യമായ മാറ്റം വന്ന വർഷങ്ങളാണ് 70 മുതൽ 80 വരെ. അതിനകത്ത് വന്ന ഒരു മാറ്റമാണ് അവിടെ വെളിച്ചപ്പാടിനെ മാറ്റിയത്. അപ്പൊ വെളിച്ചപ്പാടിനെ മാറ്റുമ്പോഴുള്ള പ്രത്യേകത വീണ്ടും തന്ത്രിമാർക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് വന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് ഒരു തന്ത്രിമാരുടെ പേരും പറയുന്നത്, ഞാൻ ഇപ്പൊ തന്ത്രിമാരെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്ത്രിമാരുടെ കുടുംബത്തിലെയും തന്ത്രിമാരുടെ പേര് പറയുന്ന ആളായിട്ട് ഞാൻ മാറരുതല്ലോ നമ്മുടെ ചാനൽ, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എനിക്ക് പേര് കിട്ടിയിട്ടുണ്ട്. ഒരു തന്ത്രിയാണ് ഇതിനകത്ത്. അങ്ങനത്തെ ആചാരങ്ങളൊന്നും ആവശ്യമില്ല. തന്ത്രി ഏറ്റവും മുകളിൽ നിൽക്കണമെങ്കിൽ വെളിച്ചപ്പാടിന്റെ ആവശ്യമില്ല എന്നൊരു ഒരു തീരുമാനം പോലെ ദേവസ്വം ബോർഡിൽ വയ്ക്കുകയും അതൊരു ഗൂഢാലോചന ഉണ്ടെന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്നു. ഗൂഢാലോചന ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇനി ദേവപ്രശ്നം വെച്ചതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും വെളിച്ചപ്പാടിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കൃത്യമായ വെളിച്ചപ്പാടുമാരെ കിട്ടിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശബരിമലയിൽ വെളിച്ചപ്പാടെന്ന സങ്കല്പം ഒഴിവായി. പിന്നെ ആരും ഈ 4 പേരെന്ന് പറയുന്ന ഞാൻ പറഞ്ഞ കളർകോടുള്ള
പിന്നെ അപ്പു അയ്യരും, ആലപ്പുഴ ഭാഗത്തുള്ള അപ്പു അയ്യരും, അതുപോലെ തന്നെ അമ്പലപ്പുഴയുള്ള അനന്തകൃഷ്ണ അയ്യരും, അതുപോലെ തന്നെ കൊട്ടാരക്കരയുള്ള ഹരിഹര അയ്യരും, പിന്നെ പാലയിലുള്ള ഭാസ്കര അയ്യർ. ഇതിൻ്റെ അകത്ത് മറ്റൊരു രസകരമായ കാര്യം, ഇവരെല്ലാവരും അയ്യർ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു. അപ്പൊ അയ്യർ കുടുംബത്തിനും ശബരിമലയിൽ അങ്ങനെ ഒരു വേണമെങ്കിൽ അവർക്ക് ഒരു അവകാശം പറയാം. അപ്പൊ എല്ലാവർക്കും പറയുന്നു, അവരും പറയുന്നു. ഇപ്പൊ അരയന്മാരെ കുടുംബം മുതൽ തുടങ്ങി ജൈന ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ജൈന ക്ഷേത്രമായിരുന്നു, പിന്നെ അത് ബുദ്ധക്ഷേത്രമായി, പിന്നെ അരയന്മാരെ കൈകാര്യം ചെയ്തു, പിന്നെ ശാസ്ത്ര ക്ഷേത്രമായി, പിന്നെ അത് അയ്യപ്പ ക്ഷേത്രമായി മണികണ്ഠൻ പോയി വിലയിച്ചു എന്നൊക്കെ പറയുന്ന കുറേ കഥകൾ ഇങ്ങനെ ഈ മണികണ്ഠ ജന്മവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ തീർച്ചയായും ഇതിന്റെ ഇടയ്ക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കണ്ട മറ്റൊരു സാധനമാണ്. അതും കിട്ടിയ ഒരു കാര്യമാണ്. ഞാൻ കിട്ടുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നു. കാരണം ഇത് ചർച്ച ചെയ്യപ്പെടണം. ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ട് ആചാര അനുഷ്ഠാനങ്ങൾ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. പുതിയത് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ പുതിയത് കൊണ്ടുവരണം. കാലാനുസൃതമായി മാറ്റേണ്ടത് മാറണം. അങ്ങനെ ശബരിമല ക്ഷേത്രത്തെ അതിന്റെ എല്ലാ പവിത്രതയിലും നിലനിർത്തുക എന്നുള്ളതാണ്. മണികണ്ഠനിൽ ഒരു കണ്ഠൻ ഉള്ളത് കൊണ്ടാണ് കണ്ഠരരു എന്ന വാക്ക് വന്നു എന്നുള്ള വേറൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് പലർക്കും പല രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാം. നബിയുടെ പുസ്തകമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഖുറാനിലാണെങ്കിൽ പറയുന്നു, അവസാനത്തെ നബി തിരുമേനി പറയുന്നുണ്ട്, അന്ത്യപ്രവാചകൻ പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരു തിരുത്തലും പറ്റത്തില്ല, ഇത് നിങ്ങൾ അതുപോലെ തന്നെ പാലിച്ചോണം എന്ന് പറയുന്നു എന്നാണ് മുസ്ലിങ്ങളും പിന്നെ ഇസ്ലാമിസ്റ്റുകളും അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയായാലും തെറ്റായാലും നന്മയായാലും അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുക എന്ന്. അതിനകത്ത് ഖുറാനിൽ പറയുന്നതിനെ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല ഒരാളിനും എന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നു. അന്ത്യപ്രവാചകൻ ഒരുപാട് നബി തിരുമേനിമാരെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് അന്ത്യപ്രവാചകനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവസാനം വന്ന നബി തിരുമേനി അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നാണ്. പക്ഷേ അതുപോലെ ബൈബിൾ, പഴയ ബൈബിളും ഉണ്ട് പുതിയ ബൈബിളും ഉണ്ട്. പിന്നെ അപ്പൊ അത് സമ്മതിച്ചു, 2 ബൈബിളുണ്ട്. അതേസമയം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഥകളില്ല, അല്ലെങ്കിൽ അങ്ങനെ പുസ്തകങ്ങളില്ല. മഹാഭാരതവും രാമായണവും പലതും വായിച്ചാൽ പല പല വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ എഴുതുന്ന ആളിന്റെ വ്യാഖ്യാനം അനുസരിച്ച് കാര്യങ്ങൾ. ഇപ്പൊ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയപ്പോൾ അതിന് വ്യാഖ്യാനം വേറൊന്ന് വന്നു. രാമായണം തന്നെ 300 ടൈപ്പ് രാമായണം ഉണ്ടാണ്. കമ്പനാരായണം രാമായണം ഉൾപ്പെടെ, മുസ്ലിം രാമായണം ഉൾപ്പെടെ 300 ടൈപ്പിൽ രാമായണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആളുകളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. ഹിന്ദു സമാജത്തിലാണ് അങ്ങനെ ഒരു രീതിയുള്ളത്. സനാതന ധർമ്മത്തിൽ അങ്ങനത്തെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിബേറ്റ് ചെയ്ത് പുതിയതിൽ ഇപ്പൊ പൊക്കോളൂ. കൃഷ്ണൻ പിന്നെ അർജുനനോട് അവസാനം പറയുന്നത് അങ്ങനെയാണല്ലോ, ഇതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു, അല്ലെ ഇതെല്ലാം ഞാൻ നിന്നെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും, ഞാൻ ആ ശ്ലോകം പറയുന്നില്ല, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിനക്കിത് വേണ്ടത് എടുക്കാം, വേണ്ടാത്തത് എടുക്കാതിരിക്കാം, പുതിയതെടുക്കാം, അപ്പോഴും നീ അന്വേഷകനായിക്കോളൂ. കാരണം ഹിന്ദു ആചാരമനുസരിച്ച് അല്ലെങ്കിൽ സനാതന ധർമ്മം അനുസരിച്ച് രണ്ടാമതൊരാൾ പഠിപ്പിക്കലില്ല. നമ്മൾ ഈ ആശ്രമത്തിലൊക്കെ ചെന്നിരിക്കുന്നു, സ്വാമിമാരെ പോയി കേൾക്കുന്നു, സ്വാമിമാർ പറയും പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ സന്യാസിമാർ പറയുന്നത് കേൾക്കുന്നു, ആചാര്യന്മാർ പറയുന്നത് കേൾക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സപ്താഹത്തിന് പോകുന്നു. ഇതിനെല്ലാം പോയിരിക്കുമ്പോഴും അല്ലെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, സന്യാസിമാർ വന്ന് സ്വാമിമാർ വന്ന് പ്രഭാഷണം നടത്തുന്നു, നല്ല പ്രഭാഷകർ, ഇപ്പൊ രാജേഷ് നാദാപുരത്തിനെ പോലെയുള്ള നല്ല പ്രഭാഷകരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പന്തളത്ത് പല പ്രഭാഷകരുണ്ട്. ഞാൻ ഉദിത് ചൈതന്യ സ്വാമി, പിന്നെ നമ്മുടെ ചിദാനന്ദപുരി സ്വാമി, ഇങ്ങനെ ഒത്തിരി പ്രഭാഷകരുണ്ട്. അപ്പൊ ഈ പിന്നെ ഹരി, പിന്നെ മണ്ണടി ഹരി, ഇങ്ങനെ പ്രഭാഷകരുണ്ട്. ഇവരെയൊക്കെ അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ചിന്ത അനുസരിച്ച് അല്ലെങ്കിൽ സനാതന ധർമ്മം അനുസരിച്ച് 1 to 1 കമ്മ്യൂണിക്കേഷൻ. വാട്സപ്പ് പോലെയാണ്. മറ്റൊരാളിന് ദൈവമുണ്ടെങ്കിൽ പ്രപഞ്ച ശക്തികളുമായി ആത്മാവും പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. ആ ഒരു കണക്ഷനാണ് പ്രധാനം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചുറ്റിയടിക്കുന്നതൊന്നും ഒരു കാര്യമല്ല. അത്യാവശ്യം അമ്പലത്തിലും വിഗ്രഹത്തിലൊക്കെ തൊഴുതോളും, എല്ലാം പൊക്കോളും. പക്ഷെ ചുറ്റിയടിക്കലെല്ലാം വേണ്ടത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ 1 to 1 കണക്ഷനാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് അന്വേഷിക്കേണ്ടത്. സ്വന്തമായിട്ട് മറ്റൊരാളിന് പോലും അന്വേഷിച്ച് തരാൻ പറ്റത്തില്ല. മറ്റൊരാളിനും അന്വേഷിച്ച് തരാൻ പറ്റത്തില്ല. ഞാൻ ഒരു വാക്കൂടെ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്ത് ചെന്ന് സ്വാമി വിവേകാനന്ദൻ ദൈവമുണ്ടോ, എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എന്നെ പിടിച്ചോളൂ, അല്ലെ ഇയാൾ എന്നെ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് കൊടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ടച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ഫീൽ വിവേകാനന്ദന് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാമി അല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, അങ്ങനെ ഒന്ന് കേട്ടും കിട്ടുന്നതല്ല. ഇതൊക്കെയാണ് ഇതിന്റെ കാഴ്ചപ്പാട്. എന്തായാലും വെളിച്ചപ്പാടിനെ അവിടെ നിന്ന് പുറത്താക്കിയതൊന്നുമല്ല. പക്ഷെ 80-കൾക്ക് ശേഷം വെളിച്ചപ്പാട് വേണ്ട എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡും തന്ത്രിമാരും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇന്നും ചരിത്രത്തിൽ അജ്ഞാതമാണ്.